+2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാനാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG ചെയ്യാനാണെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ മാത്രം പഠിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റീസ് ആണ്. നമ്പർ 1 ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമ്പർ 2 ഇഗ്നോ. സോ ഈ 2 യൂണിവേഴ്സിറ്റീസിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? നെക്സ്റ്റ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം ഇതാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഈ 2 യൂണിവേഴ്സിറ്റീസിനെയും പറ്റിയിട്ടുള്ള പ്രത്യേകതകൾ, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? സോ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്നുള്ളത്. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇഗ്നോ ആണെങ്കിലും 2 യൂണിവേഴ്സിറ്റീസിന്റെയും BCom, BBA, MCom, MBA ഈ കോഴ്സസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ്ങും അസൈൻമെന്റ് സപ്പോർട്ടും പ്രോജക്ട് സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരാം. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും, അതിന്റെ റെക്കോർഡും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 2 യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറയുമ്പോൾ, നമ്പർ 1 ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, പഴയ യൂണിവേഴ്സിറ്റിയാണ്, 1985 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയാണ്. കേരള സർക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2020 മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്ലോസ് ചെയ്ത് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തുടങ്ങിയിട്ടുള്ള പുതിയ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതാണ് ഈ 2 യൂണിവേഴ്സിറ്റീസിന്റെയും സ്റ്റാറ്റസ്. ദെൻ ആദ്യം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ 2 യൂണിവേഴ്സിറ്റീസിനും റെക്കഗ്നീഷൻ ഉണ്ടോ? രണ്ടിനും റെക്കഗ്നീഷൻ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ഒരെണ്ണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇഗ്നോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻസി വേണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ദെൻ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് പിന്നെ അതിന്റെ ആവശ്യമില്ല. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഈക്വലൻസി വേണ്ടതായിട്ട് വരുന്നത് കേരളത്തിന്റെ പുറമെയുള്ള ഒരു യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ PSCക്കൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് എങ്കിൽ ഇപ്പോൾ ഈക്വലൻസിയുടെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 2 യൂണിവേഴ്സിറ്റീസും റെക്കഗ്നീഷന്റെ കേസിൽ ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചു പാസ്സാക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോ കുറച്ചും കൂടി ടഫാണ്. പഴയ യൂണിവേഴ്സിറ്റിയാണ്, പഴയ സിലബസ് ആണ്, അതുകൊണ്ട് തന്നെ പാസ്സാക്കാൻ കുറച്ച് ടൈറ്റ് ആയിട്ട് വരാറുണ്ട്. പാസ് പെർസെൻറ്റേജ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറവാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. ഇതുവരെ നോക്കുന്ന സമയത്ത് ഈസി സിലബസ് ആണ്. ദെൻ നമുക്ക് ഇഗ്നോയുടെ കേസിലോട്ട് പോകുമ്പോൾ ഇന്റേണൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണ അസൈൻമെന്റ്സ് ഒക്കെ പലപ്പോഴും റിജക്റ്റ് ആയിട്ട് പോകാറുണ്ട് കുട്ടികളുടെ. ഇവിടെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇന്റേണൽ മാർക്സിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ്സ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് നല്ല മാർക്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഈസി സിലബസും പാസ്സാകാൻ കൂടുതൽ ചാൻസും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ്, ഏതൊക്കെ ലാംഗ്വേജിൽ എക്സാം എഴുതാൻ സാധിക്കും? അപ്പോൾ ആദ്യത്തെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിലോട്ട് പോകുമ്പോൾ അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഈ 2 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക, എക്സാം എഴുതാൻ സാധിക്കുക. നേരെ മറിച്ച് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എക്സാം എഴുതാൻ സാധിക്കും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണെങ്കിലും അത് മലയാളത്തിൽ എഴുതാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് കുട്ടികളുടെ അടുത്ത് BCom, BBA ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ MCom ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിർബന്ധമായും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക, അതാണ് എളുപ്പം. ബട്ട് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു സൗകര്യം നൽകുന്നുണ്ട്. ഇപ്പൊ BA ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ അവർക്ക് ചിലപ്പോൾ കുറെയൊക്കെ മലയാളത്തിൽ എഴുതാനായിരിക്കും സൗകര്യമെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു എഡ്ജ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആവുന്നത് സ്വന്തം ഭാഷയല്ലേ.
ഇനി ഫീസിന്റെ ഡീറ്റെയിൽസിലോട്ട് വരുന്ന സമയത്ത് രണ്ടും ഏകദേശം ഒരു സെയിം ഫീ തന്നെയാണ്, കുറച്ചൊരു വ്യത്യാസം മാത്രമേ തന്നെ വരുന്നുള്ളൂ. വല്ലാണ്ട് ഫീയുടെ കേസിൽ ചേഞ്ച് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെമസ്റ്റർ ആയിട്ടാണ് ഫീസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെമസ്റ്ററിന് 2860 രൂപയാണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു 4270 രൂപ വരുന്നത്. ഇഗ്നോയുടെ കേസിലോട്ട് പോകുന്ന സമയത്ത് 5000 രൂപയുടെ അടുത്ത് ഒരു വർഷത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ഫീ ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ടിൻ്റെയും ഫീ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് അഡ്മിഷന്റെ കേസാണ്. അഡ്മിഷൻ എപ്പോഴാണ് നടക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഗ്നോ ഒരു പഴയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു. കറക്റ്റായിട്ട് അവിടെ അഡ്മിഷൻ ഡിസംബർ ജൂണിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ ഡിസംബറിലും ജൂണിലും അഡ്മിഷൻ നടക്കുന്നു, എക്സാം നടക്കുന്നു, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. നേരെ മറിച്ച് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവർ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ ഫെബ്രുവരി ജൂലൈയിലൊക്കെ ആയിട്ടാണ് ഒരു വർഷം 2 ഇൻടേക്കുകളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇഗ്നോയില് കറക്റ്റ് ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു സിസ്റ്റം ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ തുടക്കത്തിലാണെങ്കിലും അവര് ഒരു വർഷം 2 ഇൻടേക്കുകളിൽ അഡ്മിഷൻ വിളിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഫെബ്രുവരിയിലും ഇനിയിപ്പോ ജൂലൈക്കുള്ളത് കുറച്ചും കൂടി നേരത്തെ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എക്സാമിന്റെ കേസാണ്. എക്സാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ? ഇഗ്നോയില് ഞാൻ പറഞ്ഞൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എക്സാം നടക്കുന്നുണ്ട്. നേരെ കുറച്ച് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അവർ കറക്റ്റ് ടൈമിൽ എക്സാം നടത്താൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് എക്സാമിന്റെ ഡേറ്റ് വന്ന് വീണ്ടും ഒരു ലാഗ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ അത് കുറച്ചും കൂടിയും സ്ട്രക്ചറൈസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും വലിയ കുഴപ്പമില്ലാണ് നടക്കുന്നത്. കുറച്ച് ലാഗ് ഇഗ്നോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ കുട്ടികളെ എപ്പോഴും പറയുന്നത് എക്സാം ലാഗിനേക്കാൾ കൂടുതൽ പാസ്സാകണമല്ലോ. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ പാസ് പെർസെൻറ്റേജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഡിസ്റ്റൻസ് മോഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കോണ്ടാക്ട് ക്ലാസ്സസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം പഠിക്കണോ? കോണ്ടാക്ട് ക്ലാസ്സസ്, ബുക്സ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമോ? ഇത് 2 യൂണിവേഴ്സിറ്റീസിന്റെ കേസിലോട്ട് പോകുമ്പോൾ രണ്ടിലും സെയിം പരിപാടി തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടാൻ അത്യാവശ്യം ലാഗ് വരും, രണ്ടിലും ഒരേപോലെ ലാഗ് വരും. ദെൻ ക്ലാസ്സസിന്റെ കേസ് ആണെങ്കിലും എക്സാമിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും ക്ലാസ്സസ് കിട്ടിയാലായി. അത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് തരുന്ന നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം പഠിക്കുക, അതല്ലെങ്കിൽ കോച്ചിങ് സ്ഥാപനങ്ങൾ, ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടാക്ട് ക്ലാസ്, എക്സാമിന്റെ സമയത്ത് കിട്ടുന്ന കോണ്ടാക്ട് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഇറങ്ങരുത്. കാരണം അവരത് പേരിന് മാത്രം നടത്തി പോകുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അത് 2 യൂണിവേഴ്സിറ്റീസിന്റെ കേസിലും ഏകദേശം സെയിം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഈ 2 യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണമെങ്കിൽ ഈ 2 യൂണിവേഴ്സിറ്റീസിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇതുവരെയായിട്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേഷൻ ഇല്ല. ദെൻ കാലിക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് നിങ്ങൾക്ക് നിർബന്ധമായും പോകാൻ സാധിക്കും. ബിക്കോസ് ഇതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിലബസ് കാലിക്കറ്റിൻ്റെ തന്നെയാണ്. ബട്ട് നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 എണ്ണത്തിലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്കറിയാം പഠിച്ചതിന് ശേഷം അതിന് വാല്യൂ ഇല്ല, ഇഷ്യൂസ് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. 2022 ശേഷം ഡിസ്റ്റൻസ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 2 യൂണിവേഴ്സിറ്റീസിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുക്കുക. രണ്ടിനെ പറ്റിയിട്ടും കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പ്രീ രജിസ്ട്രേഷൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആരംഭിച്ചിട്ടുണ്ട് 2026 അഡ്മിഷൻ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അഡ്മിഷൻ എടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.